ഇതിനു മുമ്പുള്ള 2 വീഡിയോ നമ്മൾ മൊബൈൽ ഡീടോക്സിഫിക്കേഷനെ കുറിച്ച് തന്നെ പറഞ്ഞത്. അപ്പോൾ അതിന്റെ അടുത്തൊരു ഭാഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുട്ടികളിൽ എങ്ങനെയാണ് ഇനി ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കണമല്ലോ. എങ്ങനെയാണ് ഇവരെ ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണമല്ലോ. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യമായിട്ട് നമ്മൾ എത്ര സമയം സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സ്ക്രീൻ ടൈമുകളും നമ്മൾ പരിശോധിക്കുക. അത് നമ്മളൊരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇവർക്ക് ഇത് നോക്കാനായിട്ടുള്ള ഒരു ടൈമുകൾ ഫിക്സ് ചെയ്യുക. അതായത് ഓരോ ഏജിനും എത്ര സമയം ഇതുപോലുള്ള സ്ക്രീൻ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം വളരെ വ്യക്തമായി നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അത് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ മൊബൈലിൽ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. ഇപ്പോ ഒരു ഗെയിം കളിക്കുമ്പോൾ തന്നെ ആ ഗെയിമിൽ അവർക്ക് അറിയാം നമ്മളിപ്പോ ഗെയിമിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ്, അല്ല ഷോപ്പിംഗ് ആപ്പുകളിലാണെങ്കിൽ അതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ്. അതുപോലെ എന്തിലൊക്കെയാണ് നമ്മുടെ താല്പര്യം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങളുടെ പരസ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വരും, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആകൃഷ്ടരായിട്ട് പോയിക്കോളും. അപ്പൊ നമ്മൾ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ താഴെ ഈ ഗൂഗിൾ പ്ലേയിൽ തന്നെ കാണാം, താഴെ റെക്കമെൻഡഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കാണാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല ഗെയിമാണ് അത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ആപ്പാണ് അതെന്ന് വെച്ച് നമ്മളതൊക്കെ ഡൗൺലോഡ് ചെയ്യും. അത്രയും ഡൗൺലോഡ് ചെയ്ത് എല്ലാതും എടുത്ത് കളയുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം അതിൽ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സമയം മാറി മാറി പോവും, ഒന്നും അല്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് നമുക്ക് നോക്കും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് പറയണത് എന്താന്ന് വെച്ചാല് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ് എന്നാണ്. നമ്മൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആപ്പുകളുണ്ടോ, അതുപോലെ എന്തൊക്കെ സോഷ്യൽ മാധ്യമങ്ങളുണ്ടോ, ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ആ ശബ്ദം കേട്ടാൽ നമ്മൾ അറിയാതെ പോയിട്ട് അതിൽ കയറി നോക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. പക്ഷെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്താൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ കയറി നോക്കാനുള്ളൊരു പ്രവണത വരും. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അതിനു വേണ്ടി എടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, നീണ്ടു നിൽക്കുന്ന നിരകൾ നമുക്ക് ഉണ്ടാക്കാട്ടോ. നമുക്ക് എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളതിന്റെ നമുക്കായിട്ട് ഉണ്ടാക്കുന്ന ഐഡിയാസ് വേറെ ഉണ്ടാക്കാം. ഞാൻ പറയുന്ന കുറച്ച് സജഷൻസ് മാത്രമാണ് ഇത്. അതായത് ഫോണില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ വീട്ടില്. ഈ ഇപ്പൊ നമ്മൾ കയറി വരുന്ന ഡ്രോയിങ് റൂമിൽ നിന്നിട്ടാണ് എല്ലാവരും മൊബൈൽ നോക്കണമെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ക്രീൻ ടൈം ഉപയോഗിച്ചിട്ട് ആ സമയത്ത് നമ്മൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുക എന്ന് മനസ്സിലാവുക. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞോന്ന് എനിക്കറിയാൻ വയ്യ. ഒരു കുട്ടി നമ്മളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോൻ ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ഭക്ഷണം കഴിച്ചപ്പോ ഊണ് കഴിച്ചു. ചോറിന്റെ എന്തായിരുന്നു ചോറിന്റെ കൂടെ ഉണ്ടായിരുന്നത്? അവന് ഓർമ്മയില്ല. അവൻ അമ്മയെ നോക്കിയിട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ കാരണം അമ്മോട് ചോദിച്ചപ്പോ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഭക്ഷണത്തിന്റെ കൂടെ ഓരോ ഉരുളയിലും കൊടുക്കുന്ന കറികള് ഉരുട്ടി അമ്മ വായിൽ വെച്ച് കൊടുക്കുകയാണ്. കാരണം കുട്ടി അങ്ങനെയെങ്കിലും കഴിക്കട്ടെ. അപ്പൊ അവൻ അത്രയും സമയം അവൻ മൊബൈലിലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന ഭക്ഷണത്തിന്റെ രുചി അവൻ അറിയില്ല എന്നുള്ളതാണ് അവിടെ കണ്ടത്. നമുക്ക് ശരിക്കും നന്നായിട്ട് വെൽ സ്റ്റഡീഡ് ആയിട്ട് പോകേണ്ട ഒരു ഏരിയയാണ് ഈ മൊബൈൽ ഡീടോക്സിഫിക്കേഷന്റെ ഭാഗം. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഡൈനിങ് റൂമിൽ നമ്മളിത് ഫ്രീ സോൺ ആക്കുക. പിന്നെ അതുപോലെ ബെഡ്റൂമുകളിൽ മൊബൈൽ കൊണ്ടുപോകാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറെ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാമിലി ടൈം ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതിപ്പോ ഡ്രോയിങ് റൂമിലായിക്കോട്ടെ ബെഡ്റൂമിലായിക്കോട്ടെ, ബെഡ്റൂമിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകാതിരിക്കുക. പറഞ്ഞ പോലെ തന്നെ ഡ്രോയിങ് റൂമിൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഫോണുകളൊക്കെ അവിടെ നീക്കി വെക്കുക, സൈലന്റ് ആക്കിയിട്ട് നീക്കി വെക്കുക. അത്രയും സമയം കുട്ടികളുടെ കൂടെ ഇടപെടുക. ഒപ്പം തന്നെ അച്ഛനും അമ്മയും ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക. അപ്പോഴാണ് കുട്ടികൾക്ക് കുറച്ചുകൂടി ജനറൽ നോളജും പുറം ലോകത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുക. ഇത്തരം കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. അപ്പോ നമ്മളുടെ ഗാർഗിയുടെ മൂവ്മെന്റിൽ പങ്കാളികളാവാൻ പറഞ്ഞുകൊണ്ട് താങ്ക് യു.